മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന അജന്ത ഗുഹകൾ ബുദ്ധമതകലയുടെ ഒരു മാസ്റ്റർപീസ് ആണ്. 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. അജന്ത ഗുഹകൾ 2 ഘട്ടങ്ങളിലായാണ് നിർമ്മിച്ചത്. ആദ്യ ഘട്ടം BC 2-ാം നൂറ്റാണ്ടിൽ ശതവാഹന രാജവംശത്തിന്റെ ഭരണകാലത്താണ് ആരംഭിച്ചത്. മിക്ക ഗുഹകളുടെയും നിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ച 2-ാം ഘട്ടം AD 5 മുതൽ 6 വരെ നൂറ്റാണ്ടുകളിലെ ഗുപ്ത കാലഘട്ടത്തിലാണ് നടന്നത്. ബുദ്ധ സന്യാസിമാർ ധ്യാനത്തിനും പഠനത്തിനുമായി ഗുഹകൾ ഉപയോഗിച്ചിരുന്നു. അതിമനോഹരമായ ചുവർച്ചിത്രങ്ങൾ, ശില്പങ്ങൾ, വാസ്തുവിദ്യ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ഗുഹകൾ. കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള പാറയിൽ കൊത്തിയെടുത്ത ഇവ പുരാതന ഇന്ത്യൻ കലയുടെയും ആത്മീയതയുടെയും കരകൗശലത്തിന്റെയും ഉന്നതിയെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യയുടെ അഗാധമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും കലാപരമായ മികവിന്റെയും തെളിവായി അജന്ത നിലകൊള്ളുന്നു. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗർ പട്ടണത്തിനടുത്താണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. വാഗോര നദിയെ അഭിമുഖീകരിക്കുന്ന ഈ ഗുഹകൾ ചുറ്റുപാടുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ആകെ 30 ഗുഹകളുണ്ട്. ഓരോന്നും സവിശേഷമായ കലാപരവും ഘടനാപരവുമായ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നു. ഈ ഗുഹകളെ 2ആയി തിരിച്ചിരിക്കുന്നു: ചൈത്യങ്ങൾ, പ്രാർത്ഥനാ ഹാളുകൾ, വിഹാരങ്ങൾ, ആശ്രമങ്ങൾ. ബുദ്ധമത ആരാധനയുടെ കേന്ദ്രബിന്ദുക്കളായി വർത്തിച്ച കമാനാകൃതിയിലുള്ള മേൽത്തട്ട്, സങ്കീർണമായി കൊത്തിയെടുത്ത തൂണുകൾ, വലിയ സ്തൂപ ഘടനകൾ എന്നിവയാണ് ചൈത്യങ്ങളുടെ സവിശേഷത. മറുവശത്ത് വിഹാരങ്ങൾ ഒന്നിലധികം ചെറിയ അറകളുള്ള ചതുരാകൃതിയിലുള്ള ഹാളുകളാണ്. ഇത് സന്യാസിമാർക്ക് താമസസൗകര്യം നൽകുന്നു. ബുദ്ധമത പഠിപ്പിക്കലുകളിൽ നിന്നും ദൈനംദിന ജീവിതത്തിൽ നിന്നുമുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്ന വിപുലമായ മുഖങ്ങൾ, വിശദമായ ശില്പങ്ങൾ, അതിശയിപ്പിക്കുന്ന ചുവർച്ചിത്രങ്ങൾ എന്നിവ ഈ ആശ്രമങ്ങളിൽ പലപ്പോഴും കാണാം. അജന്ത ഗുഹകളുടെ വാസ്തുവിദ്യാ വൈദഗ്ധ്യം പുരാതന ഇന്ത്യയുടെ കലാപരമായ വൈഭവത്തെ എടുത്തുകാണിക്കുക മാത്രമല്ല, ആ കാലഘട്ടത്തിലെ ബുദ്ധമതത്തിന്റെ ആഴത്തിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പുരാതന ഇന്ത്യയുടെ കലാപരമായ വൈഭവം പ്രകടമാക്കുന്ന അതിമനോഹരമായ ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കും അജന്ത ഗുഹകൾ പ്രശസ്തമാണ്. ശ്രീബുദ്ധന്റെ ജീവിതത്തിലെ രംഗങ്ങളും അദ്ദേഹത്തിന്റെ മുൻ അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന ജാതകഥകളും ചിത്രീകരിക്കുന്ന സങ്കീർണമായ ചുവർച്ചിത്രങ്ങളാൽ ചുവരുകളും മേൽക്കൂരകളും അലങ്കരിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിലെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ദൈനംദിന ജീവിതം എന്നിവയിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു. 1819 ജോൺ സ്മിത്ത് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരു വേട്ടയാടൽ പര്യവേഷണത്തിനിടെ വീണ്ടും കണ്ടെത്തുന്നതുവരെ അജന്ത ഗുഹകൾ നൂറ്റാണ്ടുകളായി നിബിഡ വനങ്ങളാൽ മറഞ്ഞിരുന്നു. അജന്ത ഗുഹകൾ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ്. വേനൽക്കാലമാണ് സന്ദർശനത്തിന് ഏറ്റവും അനുകൂലമല്ലാത്ത സമയം, കാരണം താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ട്. സാംഭാജി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അജന്തയിലേക്ക് എപ്പോഴും ബസ് ഉണ്ട്. 100 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് ബസ് എത്തും. തിരികെ വരാനും അജന്തയിൽ നിന്ന് ബസ് കിട്ടും.